3,55,00,000 രൂപ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കഴിഞ്ഞ വർഷം നൽകിയ തുകയാണ്. എന്തിനാണെന്നറിയോ? ഇത്ര വലിയ രാജ്യമായി ഇത്ര ജനസംഖ്യയുള്ള ഇന്ത്യയിലെ ഫുട്ബോൾ ഡെവലപ്മെന്റിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് നീക്കിവെച്ച പൈസയാണ് 3,55,00,000 രൂപ. ഞാൻ ഷോക്കായത് കേട്ടപ്പോ. ഇവർക്ക് വേറെ സ്റ്റാച്യു പണിയാനും വേറെ പല ആവശ്യങ്ങൾക്കായിട്ടും ഇഷ്ടം പോലെ കോടികൾ ചെലവാക്കാം. ഒരു ഫുട്ബോൾ ഫെഡറേഷന്റെ ഒരു കാര്യം വരുമ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് ചെലവാക്കാൻ പറ്റുന്നില്ല? നമ്മൾ ഒരു പാർട്ടിയെ മാത്രമല്ല പറയുന്നത്, ഇതിനു മുമ്പ് ഭരിച്ച പാർട്ടികളും ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. എല്ലാവരും സെയിം കാര്യം തന്നെയാണ് ചെയ്തിരുന്നത്. എല്ലാ പാർട്ടിക്കാരും, സെൻട്രൽ ഗവൺമെന്റ് ഭരിച്ചിട്ടുള്ള എല്ലാ പാർട്ടിയും എല്ലാ കാലത്തും ഫുട്ബോളിന് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടില്ല. വർത്തമാനത്തിന് മാത്രമേ ഉള്ളൂ. ഇന്ത്യ ലോകകപ്പ് കളിക്കണം സ്വപ്നമാണ് എന്ന് പോലും പറയുന്ന നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ ഇലക്ഷൻ വരുമ്പോൾ പറയുന്നതാണ്. എങ്ങനെ കളിക്കാനാണ് ഈ 3,55,00,000 രൂപ വെച്ചിട്ട് കുട്ടികൾക്ക് ബൂട്ട് തന്നെ മേടിച്ചു കൊടുക്കാൻ പറ്റില്ല ഇന്ത്യയിലുള്ള കളിക്കുന്ന പ്ലേയേഴ്സിന്? ഇത്രയധികം ലക്ഷക്കണക്കിന് പ്ലേയേഴ്സിനെ വാർത്തെടുക്കാൻ പറ്റുന്ന ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യത്ത് 3 കോടി കൊണ്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങളൊന്ന് ആലോചിക്കണം. ബ്രസീല് സൗത്ത് അമേരിക്കൻ രാജ്യമാണ്. അവരൊരു കൊല്ലം ഫുട്ബോൾ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് 500 കോടി മേലെ രൂപയാണ്. അർജന്റീന, അവരും ഒരു സൗത്ത് അമേരിക്കൻ രാജ്യമാണ്. ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. അവർ 400 കോടി പ്ലസ് രൂപയാണ് ഓരോ വർഷവും ഫുട്ബോൾ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഇവരൊക്കെ പോട്ടെ, ഒരു കുഞ്ഞ രാജ്യമായ കബേ വെർദയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ലോകകപ്പ് കളിച്ച് ഞെട്ടിച്ച രാജ്യം, അർജന്റീനയെ വരെ പിടിച്ചെടുത്ത രാജ്യം. അവരുടെ ജനസംഖ്യ 5 ലക്ഷത്തിന് താഴെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കേരളം സ്റ്റേറ്റ് ആയിട്ട് എടുക്കുക. ആ സ്റ്റേറ്റിലെ ഒരു ഡിസ്ട്രിക്റ്റ് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ആലപ്പുഴയിൽ പോലും അല്ലെങ്കിൽ വയനാട്ടിൽ പോലും ഇതിലധികം ആൾക്കാരുണ്ട്. ആ രാജ്യം കബേ വെർദെ ഒരു വർഷം 50 കോടി പ്ലസ് രൂപയാണ് ഫുട്ബോൾ ഇതിനു വേണ്ടി ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത്ര ചെറിയ ജനസംഖ്യയുള്ള രാജ്യം വരെ 50 കോടി യൂസ് ചെയ്യുന്നു. അപ്പോഴാണ് ഏറ്റവും സെക്കൻഡ് വേൾഡ് ലാർജസ്റ്റ് പോപ്പുലേഷൻ, ചിലപ്പോൾ ഇപ്പൊ മറികടന്നുണ്ടാവും ചൈനയാണ്. ആ ഒരു രാജ്യമായി ഇന്ത്യ വെറും 3 കോടി കൊണ്ട് എന്തുണ്ടാക്കാനാണ്? പിന്നെ എങ്ങനെ നമ്മുടെ ഫുട്ബോള് ലോകകപ്പ് കളിക്കാനാണ്? നമ്മുടെ പ്ലേയേഴ്സിന്റെ സഫീഷ്യന്റ് ആയി ഗ്രൗണ്ട് ഉണ്ടോ? അവർക്ക് അതിനുള്ള എന്താ പറയാ ഫിറ്റ്നസും ഇതൊക്കെ നേടിയെടുക്കാനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് ഒരുക്കി കൊടുക്കുന്നുണ്ട്? ഇല്ല. എന്നിട്ട് സ്വപ്നം ഇന്ത്യ ലോകകപ്പ് കളിക്കണം, മിഷൻ 2030, മിഷൻ 2034 എന്നൊക്കെ പറഞ്ഞ തള്ളല്ലാണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഈ കണക്ക് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ശരിക്കും അക്ഷരാർത്ഥത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. കബേ വെർദെ വരെ 50 കോടി ചെലവാക്കുന്നെന്ന് കേട്ടപ്പോൾ വീണ്ടും ഞാൻ ഞെട്ടിപ്പോയി. എന്താണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൽ സംഭവിക്കുന്നതിന് ഇപ്പൊ തെളിവാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. വെറും 3,55,00,000 രൂപ വെച്ച് എന്ത് ചെയ്യാനാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓൾ ഇന്ത്യ കാര്യമായിട്ട് പറയുന്നത്, അല്ലാണ്ട് ഒരു സ്റ്റേറ്റിനോ ഒരു ഡിസ്ട്രിക്റ്റിനോ ഒരു കൊല്ലം കൊടുക്കുന്ന തുകയല്ല പറയണത്. അതൊരു മാസത്തെ തുകയല്ല, ഒരു കൊല്ലത്തെ തുകയാണ് പറഞ്ഞത്. ഞെട്ടിച്ച് കളഞ്ഞിരിക്കുന്നു സെൻട്രൽ ഗവൺമെന്റ്. ആര് ഭരിച്ചാലും ഇന്ത്യൻ ഫുട്ബോളിന് വളർച്ച ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിന് ഇതാ ഉറപ്പ് കിട്ടിയിരിക്കുന്നു. ഈ ഒരു കാരണം കൂടി ഇപ്പോൾ 100% ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ഇന്ത്യ കാലത്തൊന്നും വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നില്ല. കൺഫേം ആണ്. വേണമെങ്കിൽ 2050 2060 നോക്കാം. കാരണം ഇനി യുവതലമുറ വന്നിട്ട് അവര് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടാക്കിയാൽ മാത്രം ഇന്ത്യ ലോകകപ്പ് കളിക്കും. ഷുവർ.